ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഞാൻ ഒരിക്കലും കരുതിയതല്ല ശ്രേയ. ഈ ജന്മത്തിലും ഇനിയുള്ള ജന്മത്തിലും നീയാണ് എൻ്റെ ലോകമെന്ന് മനസ്സിൽ വിശ്വസിച്ചുറപ്പിച്ചിരുന്ന ശ്രേയ. നിനക്കറിയോ ഞാൻ എത്രമാത്രം നിന്നെ സ്നേഹിക്കുന്നു? അരവിന്ദൻ ചെയ്ത തെറ്റ് കാരണം നമ്മുടെ രണ്ടുപേരുടെയും ജീവിതവും സ്വപ്നങ്ങളും ഇല്ലാതായി. സംഭവിച്ചതൊന്നും നിന്നോട് നേരിട്ട് പറയാനുള്ള ധൈര്യം എനിക്കില്ല ശ്രേയ. നിന്നോടിപ്പോ ഇങ്ങനെ പറയാനേ എനിക്ക് കഴിയും. ഒരിക്കൽ നീ തമാശയായിട്ട് പറഞ്ഞു, നീ ചാരുവിനെ കല്യാണം കഴിക്കേ, ഞാൻ അരവിന്ദനെ കല്യാണം കഴിക്കാന്ന്. അതില് ഒരു കാര്യം ഫലിച്ചു. എനിക്ക് ചാരുവിനെ കല്യാണം കഴിക്കേണ്ടി വന്നു. അച്ഛൻ എന്നോട് അങ്ങനെ പറഞ്ഞപ്പോ മറുത്തൊന്നും പറയാൻ എനിക്ക് പറ്റിയില്ല ശ്രേയ. നിന്നെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുമെന്നും എനിക്ക് അറിയില്ല ശ്രേയ.